ഹരി എല്ലാവർക്കും നമസ്കാരം. ഈശ്വര പൂജ, ഈശ്വര സേവ എന്ന് പറയുമ്പം ഇപ്പോൾ ഉള്ള ചെയ്യുന്നതൊക്കെ ഇപ്പോൾ ഉള്ളത് ഈ നേരത്തെ കുട്ടി സ്കൂളിൽ പാടുന്നത് പോലെ തന്നെ അത് തന്നെ ഒന്ന് മാറേണ്ടതുണ്ട് എന്ന് പറയാം. ഞാൻ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് എടുത്ത് പല്ല് തേക്കാൻ പോകുന്നത് എന്താണ്? ബ്രഹ്മപൂജ, ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവി, ബ്രഹ്മാഗ്നൗ, ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവ തേന ഗന്തവ്യം, ബ്രഹ്മകർമ്മ സമാധിന, 4-ാം അധ്യായം 24-ാമത്തെ ശ്ലോകത്തിൽ കണ്ടിട്ടുള്ളതാണ്. അതിനൊന്നും ഒരു മാറ്റവും വരുത്തരുത്. അപ്പം നാരദർ പറയണു യഹ മഹാനുഭാവം സേവതേ. രണ്ടാമത് പറയണു യഹ നിർമ്മമഃ ഭവതി. എന്ത്? മായയെ ജയിക്കാനാണ്. അപ്പം മഹാനുഭാവനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ സേവിക്കുക. ഭഗവാനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ അന്വേഷിക്കുക. സേവനം എന്നുള്ളത് അന്വേഷണമാണ്. അന്വേഷിച്ച് ഭഗവാനെ കണ്ടെത്തുക എങ്ങനെയാണ്? നാമരൂപാദികളെ അഴിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ കണ്ടെത്തി. അപ്പോൾ അവിടെ എന്തില്ല? മായയില്ല. പിന്നെ യഹ നിർമ്മമഃ ഭവതി. യാതൊരുവനാണോ നിർമ്മമനായിട്ട് മമത്വമില്ലാത്തവനായി നിലകൊള്ളുന്നത്, യോ വിവിക്തസ്ഥാനം സേവതേ. ആരാണോ വിജനതയെ സേവിക്കുന്നത്. വിവിക്തസ്ഥാനം സേവതേ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മരുഭൂമിയിൽ പോയി ഇരിക്കുന്നത് എന്നല്ല. ശബ്ദത്തിൻ്റെ സാരം അങ്ങനെയായിട്ട് വരും. ഏകാന്തതയിൽ എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനെ ആശ്രയിക്കാതെ തന്നെ ആശ്രയിക്കുന്നത് ആരാണ്? വിവിക്തസ്ഥാനം സേവതേ. യഹ ലോകബന്ധം ഉന്മൂലയതി. നാരദർ പറയുന്നതാണ് ഇതൊക്കെ. യഹ യാതൊരുവനാണോ ലോകബന്ധം ഉന്മൂലയതി, ലോകത്തിൻ്റെ ബന്ധങ്ങളെ പൂർണ്ണമായി ഛേദിക്കുന്നത്. ആരുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല, അതൊരു സത്യമാണ്. മതി, എനിക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ ഇടയ്ക്ക് കഥ കടക്കുന്നില്ലേ? എനിക്ക് ആരുമായിട്ട്, നിങ്ങളായിട്ട് ഒരാളുമായിട്ട് ഒരു ബന്ധവുമില്ല, നിങ്ങൾ ആരും എൻ്റെ ഒരു കാര്യവും അന്വേഷിക്കേണ്ട. അറിവിൽ നിന്ന് വന്നാൽ നല്ലതാ. യഹ ഏതൊരുവനാണ് അങ്ങനെ ലോകത്തിനെ, ആ 15-ാം അധ്യായത്തിൽ ഭഗവാൻ വിശ്വത്തെ അരയാലാക്കി മുറിച്ച് താഴെ ഇടാൻ പറയുന്നുണ്ട്. യഹ ലോകബന്ധം ഉന്മൂലയതി. യഹ നിസ്ത്രൈഗുണ്യോ ഭവതി. വീണ്ടും നാരദർ പറയുന്നു യഹ യാതൊരുവനാണ് നിസ്ത്രൈഗുണ്യ ഭവതി, ത്രിഗുണാതീതനായി 3 ഗുണങ്ങളെയും അതിവർത്തിക്കുന്നതാരാണ്? യഹ നിസ്ത്രൈഗുണ്യോ ഭവതി. യഹ യോഗക്ഷേമം ത്യജതി. യഹ യാതൊരുവനാണ് യോഗത്തെയും ക്ഷേമത്തെയും ത്യജിക്കുന്നത്. യോഗം എന്ന് പറഞ്ഞാൽ നേടാനുള്ളത്, ക്ഷേമം എന്ന് പറഞ്ഞാൽ നേടിയതിൻ്റെ സംരക്ഷണം. ഇനി നേടാൻ കുറേ ഉണ്ട് എന്നും നേടിയതിനെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നും ആരാണോ ചിന്തിക്കാത്തത് അവൻ. പിന്നെയോ യഹ കർമ്മഫലം ത്യജതി. മായയെ ജയിക്കുന്ന കാര്യമാണ് പറയുന്നത്. യഹ കർമ്മഫലം ത്യജതി. ഗീത തന്നെയാണ് നാരദർ ഭക്തിസൂത്രത്തിൽ പറഞ്ഞത്. കർമ്മഫലത്തെ ആരാണോ ത്യജിക്കുന്നത് എന്ന് പറഞ്ഞാൽ കർമ്മഫല സംഘമില്ലാതെ കർമ്മം ചെയ്യുന്നവൻ ആര്? കർമാണി സന്യസ്യതി. കർമ്മത്തെ സന്യസിക്കുന്നതാര്? കർമാണി സന്യസ്യതി എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു എന്ന ഭാവം ആർക്കില്ലയോ അവൻ കർമാണി സന്യസ്യതി. തതോ നിർദ്വന്ദ്വോ ഭവതി. അതിനനുസരിച്ച് അവൻ നിർദ്വന്ദ്വനായിട്ട് എല്ലാ ദ്വന്ദ്വങ്ങളെയും അതിവർത്തിച്ചവനാര്? സുഖം, ദുഃഖം, ലാഭം, നഷ്ടം, മാനം, അപമാനം ഇത്യാദി ദ്വന്ദ്വങ്ങളെ അതിവർത്തിച്ചവനാര്? അടുത്തത് കുറച്ചുകൂടെ കഠിനമായിട്ടാണ് പറയുന്നത്. യഹ യാതൊരുവനാണോ വേദാൻ അഭി സന്യസ്യതി. വേദങ്ങളെ പോലും എടുത്ത് മാറ്റിവെച്ചവനാര്? വേദാനപി പരമപ്രമാണമെന്ന് കരുതുന്ന ഈ വേദശാസ്ത്രങ്ങളെ പോലും ആരാണോ സന്യസ്യതി, സന്യസിച്ചത്, ഉപേക്ഷിച്ചത്. അങ്ങനെയാണെങ്കിൽ എത്രയോ ആൾക്കാരുണ്ട് സ്വാമി വഴിക്ക് നോക്കാത്തവർ. ആദ്യമേ അവർ ഉപേക്ഷിച്ചിരിക്കുകയാണ് വേദങ്ങൾ. അവർക്ക് ഒരു വേദവും ഇല്ല എന്ന് പറയാം. എന്നിട്ടോ കേവലം അവിഛിന്നാനുരാഗം ഭവതി. കേവലം ആ കൈവല്യത്തെ, ആ കൈവല്യപ്രാപ്തിയിൽ അങ്ങനെ നിലകൊള്ളുന്നവനാര്? നാരദർ പറയണു സഹ തരതി. അവൻ ജയിക്കുന്നു. സ ലോകാൻ താരയതി. അവൻ എല്ലാ ലോകങ്ങളെയും താരണം ചെയ്യുന്നു. അപ്പൊ ഭഗവാൻ തന്നെ പറഞ്ഞു. എന്താ ഭഗവാൻ ഇവിടെ പറഞ്ഞത്? ഏഷാമായ ദുരത്യയ
എൻ്റെ മായ കുറച്ച് ദുരിതമാണ്, അതിനെ താരണം ചെയ്യുക എന്നത് കുറച്ച് വിഷമമാണ്, കുറച്ച് വിഷമം പിടിച്ച പണിയാണ്. പക്ഷേ ശ്രദ്ധയുണ്ടെങ്കിൽ അതൊക്കെ നടക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയാം. ഭജഗോവിന്ദത്തിൽ ശങ്കരാചാര്യർ പറയും, മാ കുരു ധനജന യൗവന ഗർവം ഹരതി നിമേഷാത് കാല സർവം. അടുത്ത വരി, മായാമയമിതമഖിലം ബുദ്ധ്വാ ബ്രഹ്മപദം ത്വം പ്രവിശ വിദിത്വ. നമ്മളെ സംബന്ധിക്കുന്ന മായ ശങ്കരാചാര്യർ വളരെ സംഗ്രഹിച്ച് ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ നമ്മളെ പിടികൂടിയിട്ടുള്ള മായ? മാ വേണ്ട, അരുത്. എന്തിലൊക്കെ? ധനം, ജനം, യൗവനം. ഇത് മൂന്നുണ്ടെങ്കിൽ പിന്നെ ഇവനെ പിടിച്ചാൽ കിട്ടില്ല, ഇവളെ. ധനം, ജനം, യൗവനം. മാ കുരു വേണ്ട എന്നാ പറയുന്നത്. എന്താണ് മായ? ഇത് മായയാണ്. ഹരതി നിമേഷാത് കാലസർവം. കാലം ഇതിനെയൊക്കെ നിമിഷം കൊണ്ട് ഹനിക്കുന്നതാണ്. അതുകൊണ്ട് നീ ഈ മായയിൽ പെടാതെ ബ്രഹ്മപദത്തെ അന്വേഷിക്കൂ എന്ന് ശങ്കരാചാര്യ സ്വാമികൾ ഭജഗോവിന്ദത്തിൽ പറയുന്നു. സ്വാമി ഈ ധനത്തെയൊക്കെ അതിവർത്തിക്കുക, ലോകബന്ധം ഉന്മൂലനം ചെയ്യുക, മഹാനുഭാവനെ സേവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അതെ. അതുകൊണ്ടാണ് ഇതിനെന്ത് പറഞ്ഞത്? ദുരത്യയ എന്ന് പറഞ്ഞത്. കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട്, ഇതൊരു റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ മായയെ ജയിക്കാം. അല്ലെങ്കിലോ വരുന്ന എഴുത്തുകളും ടെലിഫോൺ കോളുകളും കേൾക്കുന്ന അപവാദങ്ങളും സ്തുതികളും എല്ലാം മായയാണ്. ഈ മായയെ ജയിക്കണമെങ്കിൽ ഇത് മാത്രമേ വഴിയുള്ളൂ എന്ന് പറയാം. ഏതാം മായാം തരന്തി. എന്നെ പ്രാപിച്ചാൽ പിന്നെ എന്തില്ല? മായയില്ല എന്ന് പറയാം. അല്ലെങ്കിൽ മായ തന്നെ മായ. നമ്മൾ കല്യാണം കഴിച്ചു എന്നും അതിൽ കുട്ടികളുണ്ട് എന്നും പിന്നെ അവർക്ക് ഇന്നതൊക്കെ ചെയ്യണമെന്നും അതിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കണതെന്നും നമുക്കൊരു സ്ഥലത്തുനിന്ന് ഒരു വീട്ടിൽ പോയിട്ട് നാം ഉച്ചയ്ക്ക് ഒരു ഊണ് കഴിച്ചു എന്നിരിക്കട്ടെ, അടുത്ത വീട്ടിൽ പോയിട്ട് പിന്നെ നമുക്കതിനൊരു കടം വീട്ടണം, അവരെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കണം. അല്ലാതെ എങ്ങനെയാണ് ശരിയാവുന്നത്? അവരിങ്ങോട്ട് വന്ന് ഊണ് കഴിക്കട്ടെ. ഒരു ദിവസം ഊണ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പറയും, ഇനി നിങ്ങളെല്ലാം ഒരു ദിവസം അങ്ങോട്ട് വരണം കേട്ടോ. വരാം. കാരണം അത് ഉള്ള ഒരു എഗ്രിമെൻറ്റോട് കൂടിയാണ് ഈ വിളമ്പി കൊടുക്കുന്നത് തന്നെ. ഞങ്ങൾ വരാം, എല്ലാവരും വരാം. ഒരു ഞായറാഴ്ച തന്നെ ആവാം, അല്ലേ? വളരെ രസകരം. ഇതൊക്കെ മായ തന്നെയാന്ന് പറയാം. ഒരാളുടെ ഭാര്യ മരിച്ചു. അപ്പം അദ്ദേഹം അടുത്ത വീട്ടിലെ ആള് പോയിട്ട്, ഇതൊക്കെ തമാശ പറയുന്ന കേട്ടോ, നിങ്ങൾ തമാശയായിട്ട് തന്നെ എടുത്താൽ മതി. അപ്പം അടുത്ത ആൾ പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, അവിടെ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ അദ്ദേഹം തിരിച്ചു വീട്ടിൽ വന്ന് 16 അതിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, സദ്യവട്ടങ്ങളോ അതിൻ്റെ എല്ലാം ഇതിനൊക്കെ പോയി. അദ്ദേഹം വീണ്ടും കല്യാണം കഴിച്ചു. പിന്നെ എന്തോ അവരും മരിച്ചു. ഭാര്യ വാഴില്ല എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. അവരും മരിച്ചു. പക്ഷെ അദ്ദേഹം ഈ നമ്മളെ മുൻപ് പോയ ആൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഇവിടെ ഭാര്യ ചോദിച്ചു, അതെന്താ നിങ്ങൾ അങ്ങോട്ട് പോവാത്ത? അല്ല, അദ്ദേഹത്തിനെ ഇതുവരെ എനിക്ക് ഇവിടെ വിളിച്ച് അതുപോലെ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. മനസ്സിലായില്ല? അത്രമേൽ മായയാണ്. അതിനെ മായ ദുരത്യയാണെന്ന് പറയാം. തരണം ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഇത്തരത്തിലൊക്കെ ഉള്ള ഒരുപാട് ഉപചാരങ്ങളും ഔപചാരികത ഒരുപാടുണ്ട്. അതിലൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതൊക്കെ സത്യമായി നാം എണ്ണുന്നു. നമ്മളൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പോലെ നമ്മളെ ബഹുമാനിച്ചില്ല എന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ടായാൽ മതി. അപ്പം കഴിഞ്ഞു കഥ. എല്ലാം പഠിച്ച ശാസ്ത്രം എല്ലാം കഴിഞ്ഞു. എന്താണത്? ഓർത്തുകൊള്ളുക, മായയാണ്. എന്നിട്ട് നമ്മൾ പറയാ, എന്താണ് ഈ മായ? എടോ, ഇതൊക്കെ തന്നെ ഈ മായ. എന്നിട്ട് ഇദ്ദേഹം ഈ മായയെക്കുറിച്ചുള്ള വലിയ വലിയ കിതാബുകളൊക്കെ എടുത്തു വെച്ച് വായിക്കുക.
ഇത് തന്നെ മായ. നമ്മൾ പ്രതീക്ഷിച്ചു പ്രമോഷൻ, പക്ഷേ സമയത്തിന് വേറെ ആൾക്കാ പ്രമോഷൻ, നമുക്കല്ല. അപ്പം നമ്മൾ അപ്പം എഴുതി റെസിഗ്നേഷൻ, മതി ജോലി എനിക്ക് വേണ്ട എന്ന് പറയും. എന്താണത്? മായ. എന്നിട്ട് നമ്മൾ അന്വേഷിക്കുക മായ എവിടെ? ഇത് മായയാണ്. അതെല്ലാം താൽക്കാലികമാണ്. അതിനെ തരണം ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. അത് ആരാ തരണം ചെയ്യുന്നത്? എന്നെ ആശ്രയിച്ചിട്ടുള്ളവൻ. ഭഗവാൻ പറയുന്നു അടുത്ത ശ്ലോകത്തിൽ, നമാം ദുഷ്കൃതിനോ മൂഢാഃ പ്രപദ്യന്തെ നരാധമാഃ മായയാപഹൃതജ്ഞാനാഃ ആസുരം ഭാവമാശ്രിതാഃ. നമാം ദുഷ്കൃതിനഃ മൂഢാഃ പ്രപദ്യന്തെ നരാധമാഃ മായയാ അപഹൃതജ്ഞാനാഃ ആസുരം ഭാവം ആശ്രിതാഃ. ആസുരം ഭാവം ആശ്രിതാഃ ആരാണ്? അസുര സംബന്ധിയായ ഭാവത്തെ ആരാണോ ആശ്രയിച്ചിട്ടുള്ളത്. ആരാണത്ര അസുരൻ? ഓർമ്മ വേണം, അസു പ്രാണേഷു ഇന്ദ്രിയേഷു രമന്തേ ഇതി അസുരാഹ. ഇന്ദ്രിയങ്ങളിൽ രമിക്കുന്നവൻ അസുരൻ. അതായത് ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും സത്യമാണ് എന്ന് കരുതി ഇതിനു വേണ്ടി ജീവിതത്തെ ഹോമിക്കുന്നവൻ. അപ്പൊ ഈ അസുരന്മാര് 5000 ചില്ലാനും വർഷം മുൻപുണ്ടായിരുന്നവരാണോ? അല്ല. ഇന്നും അവര് വളരെ വളരെ സജീവമാണ്. അസുരന്റെ രാജാക്കന്മാരാരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു എന്നൊക്കെയാണ് അല്ലേ? അസുരന്മാരുടെ വിദ്യാലയത്തിൽ എന്താ പഠിപ്പിക്കണതെന്ന് ചോദിച്ചാൽ ഹിരണ്യായ നമഃ. ഒക്കെ ഓർമ്മ വേണം. അപ്പൊ ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം. സ്വർണമാണ് ആസുര ചിന്തയുടെ അടിസ്ഥാനം. സ്വർണത്തിലേക്ക് കണ്ണും നട്ടിരിക്കുന്നവൻ അസുരനാണ്. അങ്ങനെയാണ് ഇന്ന് അസുരന്മാരുടെ ഷോപ്പിന്റെ കളിയാണല്ലേ. അതെ, ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം, ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞാൽ സ്വർണത്തിലേക്ക് കണ്ണു വെച്ചിരിക്കുന്നവൻ എന്ന് തന്നെയാണ്. ഹിരണ്യകശിപു എന്ന് പറഞ്ഞാൽ സ്വർണത്തെ തലയിണയാക്കിയവൻ, സ്വർണത്തെ കട്ടിലാക്കിയവൻ എന്നൊക്കെ. ഇതൊക്കെ ആസുരികമായിട്ടുള്ള ഭാവങ്ങളാണ്. അതേ സമയത്ത് ആ സ്വർണം അത് ലക്ഷ്മിയാണ്, ധനമാണ്, ഒക്കെയാണ്. ആസുരം ഭാവം ആശ്രിതാഹ, ആസുരമായ ആസുര സംബന്ധിയായ ഭാവത്തെ ആശ്രയിച്ചിട്ടുള്ള ഈ ജഗത്ത്, ഈ വിശ്വം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് നമുക്ക് അനുഭവിക്കാനുള്ളതാ. എങ്ങനെ അനുഭവിക്കാം? എങ്ങനെ വേണമെങ്കിലും അനുഭവിക്കാം. അതുകൊണ്ട് നമുക്ക് അടിച്ച് പൊളിച്ച് തൂഫാനാക്കാം. ബാടാ പോവാ, നമുക്ക് പെട്രോൾ അടിക്കും. അച്ഛൻ കിടന്നുറങ്ങുകയാണെങ്കിൽ വണ്ടി അച്ഛനോടൊന്നും ചോദിക്കേണ്ട, എടുത്തിങ്ങോട്ട് വാ, നമുക്ക് ഗേറ്റ് തുറന്ന് പുറത്തുനിന്ന് സ്റ്റാർട്ടാക്കിയാൽ മതി എന്ന് പറയാം. വീട്ടിൽ നിന്ന് സ്റ്റാർട്ടാക്കിയാൽ അച്ഛൻ ഉണരും. അതുകൊണ്ട് ഞായറാഴ്ച ഈ പാവാണ്. കുട്ടികളുടെയൊക്കെ കാര്യം, ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെയൊക്കെ കാര്യം വലിയ കഷ്ടമാണ്. ആലോചിച്ച് കഴിഞ്ഞാൽ അവർക്ക് അധികം അങ്ങനെ അടിച്ചു പൊളിക്കാനൊന്നും പറ്റില്ല. അവരെ ഗൈഡ് ചെയ്യാൻ ആരുമില്ല എന്ന് പറയാം. സംശയത്തിൻ്റെ ആസുരം ഭാവം ആശ്രിത. ആസുരഭാവം ആളുകൾ ആശ്രയിക്കുന്നത് തന്നെ എന്തുകൊണ്ടാണ്? ആരും ഗൈഡ് ചെയ്യാനില്ല എന്ന് പറയും. അതിനെ ആശ്രയിച്ച് മായയാൽ അപഹൃതജ്ഞാനാഹ, ജ്ഞാനം അപഹരിക്കപ്പെട്ടിട്ടുള്ള ആസുരമായ ഭാവത്തെ ആശ്രയിച്ച് അതിൽ നിന്ന് മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയിട്ട്, നോക്കൂ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപഹരിച്ചു എന്നാണ്. ഇതിനെ പുരാണമൊക്കെ പറയുന്ന സമയത്താണല്ലോ വേദം കട്ടുകൊണ്ടുപോയി അസുരന്മാരെന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ അറിവിനെ കട്ടുകൊണ്ടുപോയി. ആര് കൊണ്ടുപോയി? ഇന്ദ്രിയങ്ങൾ കൊണ്ടുപോയി. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുടെ പിറകെ കൊണ്ടുപോയി. നമുക്ക് പറയില്ല, അപഹരിച്ചു. അങ്ങനെയുള്ള അപഹരിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവനാരാണ്? ദുഷ്കൃതിനഃ. ദുഷ്കൃതി എന്ന് പറയുന്ന ദുഷ്ചെയ്തികൾ. പിന്നെ അവൻ്റെ കർമ്മങ്ങൾക്ക് പൂർണ്ണത ഉണ്ടാവുമോ? ഉണ്ടാവില്ല എന്ന് പറയാം. ദുഷ്കൃതിനഃ. അല്ലെങ്കിലോ കർമ്മങ്ങൾ ഒരുവനെ ധ്യാനത്തിലേക്ക് നയിക്കുന്നു. ഏതൊരുവൻ്റെയും കർമ്മം ധ്യാനത്തിലേക്ക് നയിക്കുന്നില്ല എങ്കിൽ അതെല്ലാം ദുഷ്കൃതികളാണ് എന്നറിഞ്ഞുകൊള്ളുക. കർമ്മം നമ്മെ കൊണ്ടുപോകേണ്ടത് ധ്യാനത്തിലേക്കാണ്. കർമ്മം ധ്യാനത്തിലേക്ക് അടുപ്പിക്കണം, ഏത് കർമ്മവും. അല്ലെങ്കിൽ എല്ലാം ദുഷ്കൃതിയാണ് എന്നറിഞ്ഞുകൊള്ളുക. ദുഷ്കൃതിനഃ. അങ്ങനെയുള്ളവരാരാണത്രേ? ഭഗവാൻ പറയുന്നു മൂഢാഹ, മൂഢന്മാർ.
നരാധമാഹ. നരാധമന്മാരാണ്, മനുഷ്യന്മാരെ തന്നെ കൊല്ലുന്നവരാണെന്ന് പറയാം. അധമന്മാർ, മൂഢബുദ്ധികൾ, നരാധമന്മാരായിട്ടുള്ള അവർ മാം എന്നെ ന പ്രപദ്യന്തേ, എന്നെ പ്രാപിക്കുന്നില്ല. ആരാണ് എന്നെ പ്രാപിക്കാത്തത്? ആസുര സംബന്ധിയായ ആസുരഭാവത്തോടു കൂടിയിട്ടുള്ള മനോവൃത്തിയെ ആശ്രയിച്ചിട്ടുള്ളവരും ആ മനോവൃത്തിയെ ആശ്രയിച്ചതിൽ തദ്വാര അവരുടെ മനസ്സ് അപഹരിക്കപ്പെടുകയും അങ്ങനെ അപഹരിക്കപ്പെട്ട മനസ്സോടുകൂടിയിട്ടുള്ള അവർ ദുഷ്കൃതികളുടെ വക്താക്കളും ഉടമകളുമായി തീരുകയും അവരെന്നെ ഒരിക്കലും അറിയുന്നില്ല, പ്രാപിക്കുന്നില്ല എന്ന് പറയാം. അവരിങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം സുഹൃതികൾ എന്ന് പറഞ്ഞാലോ, സുഹൃതികൾ എന്ന് പറഞ്ഞാൽ ഭഗവാനെ ആശ്രയിച്ചിട്ടുള്ളവരാണ്. അവർ ഈ നേരത്തെ പറഞ്ഞുവല്ലോ നമ്മൾ, എന്താ ഈ ഔപചാരികതയിലൊന്നും അവർ നിലകൊള്ളുന്നില്ല എന്ന് പറയാം. ഒരു ഗ്രൂപ്പ് ആളുകളുടെ ഇത്തരത്തിലുള്ള ചിന്തകളെ ഈ മുല്ല നസ്രുദ്ദീൻ്റെ ഒരു കഥയിൽ അദ്ദേഹം അത് മാറ്റുന്നുണ്ട് എന്ന് പറയാം. അദ്ദേഹം ഒരു ദിവസം ഒരു കോളനിയിൽ താമസിക്കാൻ പോയി പുതുതായിട്ട്. അപ്പോൾ കോളനിയിൽ താമസിക്കാൻ വന്ന ഈ മുല്ലയെ കണ്ടിട്ട് ആർക്കും ഒരു മുല്ലയോട് ഒരു ബഹുമാനം പോട്ടെ, അയാളൊരു മനുഷ്യനാണെന്ന് പോലും പരിഗണിക്കുന്നില്ല. കോളനിവാസികൾ പരസ്പരം പിറന്നാൾ ആഘോഷിക്കുക, പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി, ഇങ്ങനെ സിൽവർ ജൂബിലിയും ഗോൾഡൻ ജൂബിലിയും ആനിവേഴ്സറിയും ഒക്കെ ആഘോഷിക്കുമ്പം മുല്ലയോട് അവരാരും ഒന്നും പറയാറില്ല. എന്നാ മുല്ല നിങ്ങൾ വരണം വീട്ടിലെന്ന് ആരും പറയില്ല. അങ്ങനെ ഒരു ദിവസം മുല്ലയ്ക്ക് തോന്നി ഇതൊന്ന് തിരുത്തണമല്ലോ എന്ന്. മുല്ല എന്ത് ചെയ്തു? നല്ല കറുത്ത കോട്ടും കറുത്ത വസ്ത്രം ധരിച്ചിട്ട് മുല്ല അങ്ങനെ നല്ല എവിടെയോ പോവാൻ റെഡിയായി നിൽക്കുന്നത് പോലെ അങ്ങനെ പുറത്തിറങ്ങി നിന്നു. അപ്പം അതിലെ കോളനിയിൽ ഒരാൾ ചോദിച്ചു, എന്താ മുല്ല കറുപ്പ് ധരിക്കാൻ കാരണം? കുടുംബക്കാരെങ്കിലും മരിച്ചോ എന്ന് ചോദിച്ചു. ഇല്ല, കുടുംബക്കാരും മരിച്ചിട്ടില്ല. ആരെങ്കിലും മരിച്ചാൽ തന്നെ, കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാൽ ഞാൻ കറുപ്പ് കൊടുക്കില്ല എന്ന് പറയാം. കറുപ്പിടാൻ ഞാൻ തയ്യാറില്ല. പിന്നെ ആരാ മരിച്ചത്? പിന്നെ ആരെങ്കിലും മരിച്ചോ? ഇല്ല, ആരെങ്കിലും അഥവാ മരിച്ച് എന്ന് ഞാൻ അറിഞ്ഞാൽ എനിക്ക് ഉടനെ പോകാൻ വേണ്ടിയിട്ട്, ഈ കോളനിയിൽ ആരെങ്കിലും മരിച്ചാൽ ഉടനെ കയറി ചെല്ലാൻ വേണ്ടിയിട്ട് ഞാൻ കറുപ്പിട്ട് റെഡിയായി നിൽക്കുക എന്ന് പറയും. അപ്പം അതെന്താ മുല്ല അങ്ങനെ? അതെ, ഞാൻ ദുഃഖത്തിൽ എനിക്ക് പങ്കുചേരാൻ ഞാനത് മറ്റുള്ളവരുടെ സന്തോഷം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നില്ല എങ്കിലും പക്ഷേ ഞാൻ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ, അവരെ സാന്ത്വനിപ്പിക്കാനുള്ള ഒരു മനസ്സ് ഞാനിതാ ഈ കറുത്ത കോട്ടുമായിട്ട് നിൽക്കുകയാണെന്ന് പറയാം. അതവരെ മാറ്റി ചിന്തിപ്പിച്ചു എന്നാ. കാരണം ഇതാ ഞാൻ റെഡിയാണ് നിങ്ങളുടെ ദുഃഖത്തിലേക്ക് വരാൻ. നിങ്ങൾ എന്നെ വിളിച്ചിട്ടില്ലെങ്കിലും ഞാൻ അവിടെ വരും. മറ്റത് അങ്ങനെയല്ല. മറ്റത് വെറും നമ്മളിങ്ങനെ ഈ ആരെയൊക്കെ ഇപ്പം കുട്ടികളുടെ കല്യാണം വരികയാണെങ്കിൽ നമ്മളിങ്ങനെ ഒരു ലിസ്റ്റ് എടുക്കും, ആരെയൊക്കെ വിളിക്കണം. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, ഇവർ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ താലി കെട്ടുന്നിടത്ത് ഞാൻ ഉണ്ടാവില്ല. പറഞ്ഞില്ല എന്ന് വേണ്ട, നമ്മൾ ആദ്യം അങ്ങോട്ട് പറയും, ഇന്നെന്ന ആളുകളൊന്നും കാണാൻ പാടില്ല ആ സ്ഥലത്ത് എന്ന് പറയും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ബസ്സിനുള്ള ആൾ ആദ്യം ഒരു ബസ്സിൽ തുടങ്ങും, പിന്നെ അതൊരു ടെമ്പോലാവും, അവസാനം ഒരു ഓട്ടോറിക്ഷയിലാവും. അത്ര ആളെ നമുക്ക് കൊണ്ടുപോയാൽ മതി എന്നാവും. അവിടെ വെച്ച് ആരും വേണ്ട. അപ്പം ഇങ്ങനെ ഈ ബാഹ്യമായ ഇതിലൊന്നും നിൽക്കാതെ അതിനെയൊക്കെ അതിവർത്തിച്ച് നിൽക്കുന്ന ആസുരിക ഭാവത്തെയൊക്കെ ജയിച്ച സുരന്മാർ അവരെന്ത് ചെയ്യുന്നു? എന്നെ പ്രാപിക്കുന്നു. നരാധമന്മാർ എന്നെ പ്രാപിക്കുന്നില്ല. അടുത്തത് ഭഗവാൻ. ഭക്തന്മാർ ഏതൊക്കെയുണ്ട്? ഭക്തിയുടെ ലക്ഷണങ്ങളൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങുക സാവകാശം. എന്നെ എത്ര കൂട്ടർ ഏതൊക്കെ വിധത്തിൽ ഭജിക്കുന്നു എന്നെല്ലാം. ചതുർവിധാ ഭജന്തെ മാം ജനാഃ സുകൃതിനോർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭ. ചതുർവിധ ഭജന്തെ മാം ജനാഃ സുകൃതിനഃ ഹേ അർജുന ആർത്തഃ ജിജ്ഞാസുഃ അർത്ഥാർത്ഥി ജ്ഞാനി ച ഭരതർഷഭ. ഹേ ഭരതർഷഭ, അർജുന, ഭരതമുഖ്യനായിട്ടുള്ള അല്ലയോ അർജുന, എന്നെ ആളുകൾ 4 പ്രകാരത്തിൽ ഭജിക്കുന്നു. ചതുർവിധ ഭജന്തേ മാം. 4 പ്രകാരത്തിലാണ് ആളുകൾ എന്നെ ഭജിക്കുന്നത്. ആരൊക്കെയാണ് അവർ? ആർത്തഃ എന്ന് പറഞ്ഞാൽ ദുഃഖിതൻ, ദുഃഖം വന്ന് ഈശ്വരനെ ഭജിക്കുന്നവർ. ഈശ്വരവാദമൊക്കെ നല്ല രസമാണ്.
ഈ നിരീശ്വരവാദികൾ എന്ന് പറയുന്നത് ഒന്ന് തൊട്ടാൽ മതി മറിഞ്ഞു വീണ്ടാവും. അപ്പം എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ദുരന്തം ഉണ്ടാവുന്ന സമയത്ത് ഭഗവാനോട് പറയും, അല്ലയോ ഭഗവാനെ എന്നെ രക്ഷപ്പെടുത്തണേ, ഇന്നടുത്ത് ഇന്നത് ഇങ്ങനെ എന്താ ഇളനീരിൽ തൂക്കാന്നോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് മൈസൂർ പഴത്തിലോ കദളിപ്പഴ, അപ്പം തന്നെ ചിലപ്പോൾ അതിനൊക്കെ കോംപ്രമൈസ് ഉണ്ടാവും. രക്ഷപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് പറയും, ദേ ഞാൻ ഇന്നതൊക്കെ നേർന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് പോകണം. ആ സമയത്തുണ്ടല്ലോ ഇങ്ങോരുടെ എല്ലാ നിരീശ്വരവാദമൊക്കെ പൊളിഞ്ഞിട്ട് ഒരു പരുവത്തിനായിട്ടുണ്ടാവും. നീ എവിടെയാ ചെയ്യാ എന്താ ചെയ്യാ പറഞ്ഞു, ഇനിയിപ്പോൾ അതിനൊന്നും നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വരാമെന്ന്. അപ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലുമൊക്കെ വിറ്റായിട്ടുണ്ടാവും. പിന്നെ അത് നിലനിൽക്കേണ്ടത് ആവശ്യമാണ് എന്നും. അപ്പം എല്ലാ ദൈവങ്ങളും വരികയായി. നിരീശ്വരവാദികൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, പാവങ്ങളാണ് അവർ. ഒരുപാട് പേരെ നമുക്കറിയാം, ഒരുപാട് പേര്.